കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം. ദേവി വിളിച്ചാൽ മാത്രം എത്താൻ സാധിക്കുന്ന സ്ഥലം. ഞങ്ങളും പോയിട്ടോ മൂകാംബികയ്ക്ക്. രാവിലെ സമയം 4 മണി. കുറേ തെച്ചിപ്പൂക്കളൊക്കെ പൊട്ടിച്ച് ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാനും എൻ്റെ അച്ഛനും അമ്മയും കൂടി സ്റ്റാർട്ട് ചെയ്തു. ഷൊർണൂർ ജംഗ്ഷനിലേക്കാണ് കേട്ടോ പോക്ക്. ഒരാൾക്ക് കഴുത്ത് വേദന, ഒരാൾക്ക് മുട്ടുവേദന. എന്താകുമെന്നറിയില്ല. ഒക്കെ ഭഗവതിയെ സമർപ്പിച്ച് ഞങ്ങൾ യാത്ര തുടങ്ങി കേട്ടോ. ഉച്ചയ്ക്ക് ഏതാണ്ട് ഒരു 2 മണിയായപ്പോഴേക്കും കുന്താപുരം റെയിൽവേ സ്റ്റേഷനിലെത്തി. പിന്നെ അവിടുന്ന് ഒരു ടാക്സി വിളിച്ചിട്ട് ഏതാണ്ട് 1 മണിക്കൂർ എടുത്തു കേട്ടോ. ജ്യോതിസ് റെസിഡൻസിയിലെത്തി. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയ റൂമായിരുന്നു കേട്ടോ. പിന്നെ ഒന്നും നോക്കിയില്ല, ഒന്ന് ഫ്രഷായി അമ്പലത്തിലേക്ക്. കുപ്പിവള ഇല്ലാത്ത കാര്യം പിന്നെ എനിക്കില്ലല്ലോ. നമ്മുടെ പൂക്കൾക്ക് ഒരു കുഴപ്പം പറ്റിയിട്ടില്ല കേട്ടോ. ഫ്രഷായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അമ്പലത്തിൽ കയറിയപ്പോഴുള്ള ഒരു ഫീലുണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയാണ് കേട്ടോ. ചുറ്റോറുമുള്ള ഉപദൈവങ്ങളെ പ്രാർത്ഥിച്ചിട്ട് വേണത്രേ ഭഗവതിയെ കാണാൻ. സുഖമായിട്ട് തൊഴാൻ പറ്റി. തിരക്ക് ഒട്ടും തന്നെ ഉണ്ടായില്ല. ഐ വിഷ് ഓൾ മൈ ലേഡീസ് ടു എക്സ്പീരിയൻസ് ദ ഡിവൈനിറ്റി ആൻഡ് പവർ ഓഫ് ദേവി മൂകാംബിക. ഒരു കാര്യമുണ്ട് കേട്ടോ, നമ്മുടെ ഉള്ളിലുള്ള നമ്മൾ അറിയാതെ പോകുന്ന നമ്മുടെയൊക്കെ ഒരു ഹിഡൻ എനർജി ഉണ്ടല്ലോ, അത് നമുക്കവിടെ ഫീൽ ചെയ്യാൻ പറ്റും. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ആത്മാവിനെയൊക്കെ തൊടുന്ന ഒരനുഭവം. ഈ കത്തിച്ചു വെച്ചിരിക്കുന്ന ഓരോ നെയ്വിളക്കിനും ഓരോ കഥകളും ഓരോ പ്രാർത്ഥനയുണ്ട് കേട്ടോ ഭഗവതിയോട് പറയാൻ. ദേവിയുടെ കൃപയിൽ നിറഞ്ഞൊരു യാത്രയായിരുന്നു. ഹൃദയം നിറഞ്ഞ നന്ദിയോടെ. സന്ധ്യയ്ക്ക് പോയാൽ ദേവിയെ തെടുമ്പിലും രഥത്തിലും ഒക്കെ ആനയിക്കുന്നത് കാണാം. പിന്നെ ഒരു കഷായമുണ്ട്, അത് നമ്മുടെ ഇന്നർ ഹെൽത്തിന് വളരെ നല്ലതാണെന്നാണ് പറയുന്നത്. പിന്നെ സമയം ഒട്ടും കളഞ്ഞില്ല കേട്ടോ. അവിടെയുള്ള കടകളിലൊക്കെ കയറി ഇറങ്ങി. ഈ കാണുന്ന കുപ്പിവളയൊക്കെ ഉണ്ടല്ലോ, സന്തോഷ സൂചകമായി എനിക്ക് എൻ്റെ അച്ഛൻ മേടിച്ചു തന്നതാണ്. പിന്നെ പിറ്റേ ദിവസം രാവിലെ ഞാനും അമ്മയായിട്ട് ഒന്നും കൂടി വന്നു അമ്പലത്തിലേക്ക്. അങ്ങനെ ഞങ്ങളും സന്തോഷത്തോടെ ഭഗവതിയുടെ കൃപയാൽ തിരിച്ച് ഷൊർണൂർക്ക്.